കർത്താവിൻ്റെ നല്ല വചനം നമ്മളോട് നമ്മൾ എത്ര വിഷയത്തിൻ്റെ നടുവിലാണെങ്കിലും ഒരു നാളും നമ്മളെ കൈവിടാത്തവനും ഒരു നാളും ഉപേക്ഷിക്കാത്തവനും ഒരു നാളും മറന്നു കളയാത്തവനുമായ നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിനകത്ത് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, യാക്കോബേ നീ എന്തിനാ നീ ഭ്രമിച്ചു നോക്കുന്നത്? നീ ഭ്രമിച്ചു നോക്കണ്ട, നീ ഭയപ്പെടണ്ട. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. ഞാൻ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ നിങ്ങൾക്കൊരു നല്ല കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കായി ഞാൻ അയച്ചു തരും. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. ഇത് നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ക്രിസ്തുവിനെ അറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാ, നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാ. എന്താന്ന് വെച്ചാൽ യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവസന്നിധിയിൽ കയറി ചെല്ലുവാനായിട്ട് നമുക്ക് വലിയ ധൈര്യം തന്നിട്ടുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് ഹല്ലേലൂയ അതിൻ്റെ 3-ാം അധ്യായം 21-ാം തിരുവചനം, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 21, 1 യോഹന്നാൻ 3:21 വചനം ഇങ്ങനെ പറയുന്നു, ഡിയർ ഫ്രണ്ട്സ്, ഇഫ് വി ഡോണ്ട് ഫീൽ ഗിൽറ്റി വി ക്യാൻ കം ടു ഗോഡ് വിത്ത് ബോൾഡ് കോൺഫിഡൻസ്. ഹല്ലേലൂയ എന്ന് വെച്ച് പ്രിയമുള്ളവരെ, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മധൈര്യമുണ്ട്. ഹല്ലേലൂയ. എന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ആത്മധൈര്യമുള്ള വ്യക്തിയാ. സ്തോത്രം. ഇന്ന് നമുക്ക് ഭയപ്പെടാനും നമ്മളെ കുറ്റം വിധിക്കാനും നമ്മുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല, നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എവിടെ നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കാതെ ഇരിക്കുന്നത്? നമ്മൾ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്നു എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിന് നമ്മുടെ സകല പാപങ്ങളും യേശു കർത്താവ് മാറ്റി നമ്മളെ നീതീകരിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ, യേശു കാൽവരി ക്രൂശിൽ ചെയ്ത പരമയാഗത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, അതിൽ നിന്ന് എനിക്ക് വിടുതലുണ്ട്, എനിക്ക് എൻ്റെ സകല പാപത്തിൽ നിന്നും മോചനമുണ്ട്, മോചിക്കപ്പെട്ടു ഞാൻ എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ കയറി ചെല്ലാം. ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ നമുക്ക് ധൈര്യത്തോടെ ഏത് സമയത്തും കയറി ചെല്ലാം. ഞാൻ മകളും എൻ്റെ സ്വർഗത്തിലെ ദൈവം അപ്പ ആണെന്നും ഉള്ള ബോധ്യം എന്നെ ഭരിക്കുന്നുവെങ്കിൽ, ആ ചിന്ത എന്നെ ഭരിക്കുന്നുവെങ്കിൽ എനിക്ക് ഏത് സമയത്തും ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ പറ്റും. അല്ലാത്തപ്പോൾ എന്ത് സംഭവിക്കും? ഭയം ഭരിക്കും. ഹല്ലേലൂയ. പലവരെ കുറിച്ചും കേട്ടിട്ടില്ലേ, അവർ ഭയപ്പാടിലായിരിക്കുന്നതെന്ന്, അവർ പരിഭ്രമിച്ചായിരിക്കുന്നതെന്ന്, അവരെ ഭയം ഭരിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? എന്താന്ന് വെച്ചാൽ ഈ ചിന്ത അവരുടെ അകത്ത് ഭരിക്കാത്തത് കൊണ്ട്, എന്താ, ഞാൻ മകളാണ്, ഞാൻ മകനാണ് എന്നുള്ള ചിന്ത ഭരിക്കാത്തത് കാരണം അവരുടെ അകത്ത് എങ്ങനെയോ കുറ്റബോധം കയറി ചെന്നു. കുറ്റബോധം വേര് പിടിച്ചിട്ട് ആ കുറ്റബോധം അവരോട് പറയുക, നീ കൊള്ളത്തില്ല. അതാണ് കള്ളൻ്റെ ഏറ്റവും വലിയ നുണയാത്. ഹല്ലേലൂയ. നീ കൊള്ളാത്തവനാണ്, നീ കൊള്ളാത്തവളാണ്, നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പം എന്ത് സംഭവിക്കും? പിശാചകത്ത് ആ ധൈര്യത്തിനെ ചോർത്തിക്കളയും. സ്തോത്രം. ഈ ചിന്തകൾ, ഈ ഭയപ്പാടിൻ്റെ കുറ്റബോധത്തിൻ്റെ ചിന്തകളെല്ലാം നമ്മുടെ ധൈര്യത്തിനെ ചോർത്തിക്കളയും. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിന് പ്രാധാന്യമില്ലാതായി പോകും. പക്ഷെ ഇന്ന് നാം അങ്ങനെയല്ല. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞേ. സ്തോത്രം. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ പാപങ്ങൾ സകലതും യേശുവിൻ്റെ പരമയാഗത്താൽ നീക്കിയിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊരു മഹാഭാഗ്യമാണ്. നമ്മളുടെ സകല പാപങ്ങളും യേശുവിൻ്റെ രക്തത്താൽ നീക്കിയിരിക്കുന്നത്. ഇതൊരു ഭയങ്കര അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ നീതീകരണം അനുഭവിച്ച വ്യക്തിയാണ്. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, നമ്മൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏത് സമയത്തും കയറി ചെല്ലുക മാത്രമല്ല, ഹല്ലേലൂയ, അതിൻ്റെ 22 പറയുന്നു, ആൻഡ് വി വിൽ റിസീവ് ഫ്രം ഹിം വാട്ട് എവർ വി ആസ്ക് ബിക്കോസ് വി ഒബേ ഹിം ആൻഡ് ഡു ദ തിങ്സ് ദാറ്റ് പ്ലീസ് ഹിം. അപ്പം കുറ്റമില്ലാത്ത ബോധം കൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ കുറ്റബോധം നമ്മളെ ഭരിക്കാതെ, ഗിൽട്ട് ഫീലിങ്സ് നമ്മളെ ഭരിക്കാതെ
ഭരിക്കാതെ നമ്മൾ നടക്കണമെങ്കിൽ അതിനകത്തൊരു അടിസ്ഥാനമുണ്ട്. നാം അവനെ അനുസരിക്കണം. 2, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. കണ്ടോ, ഈ 2 കാര്യങ്ങളുണ്ട്. നാം യേശുവിനെ അനുസരിക്കുന്നു എന്ന് നമ്മളുടെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ, 2, ഹല്ലേലൂയ, നാം ചെയ്യുന്നത് സകലതും യേശു കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നാം ചെയ്യുന്നു എങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് ചെയ്തു തരുക മാത്രമല്ല, നമ്മളുടെ അകത്ത് കുറ്റബോധം നമ്മളെ ഭരിച്ച് ഭയത്തിനകത്ത് കൊണ്ട് നിർത്തത്തില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, യേശുവിനെ അനുസരിച്ചാൽ, യേശുവിന് ഇഷ്ടമുള്ള സകല കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കർത്താവിനോട് ചോദിച്ചാലും കർത്താവ് നമുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചോദിക്കുന്നതൊന്നും നടക്കത്തുമില്ല. മനുഷ്യരുടെ അകത്ത് വലിയ കുറ്റബോധവും ഭീതിയും ഒക്കെ ഉണ്ടാകും. ഒറ്റ കാര്യം ഇതിനകത്ത് ചെയ്താൽ മതി. യേശു കർത്താവിനോട് ഏത് സമയവും കൂട്ടായ്മ ആചരിച്ചാൽ മതി. നമ്മുടെ വീടൊക്കെ എടുത്തു നോക്കാം. നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാതെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ സ്വന്തം ഇഷ്ടത്താൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ അനുസരണക്കേടോടെ അവർ നമ്മൾ അറിഞ്ഞില്ലെന്ന് വെച്ചോ, പക്ഷെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചില കുഞ്ഞുങ്ങൾക്ക് കൂട്ടായ്മ ബന്ധമില്ല അപ്പനും അമ്മയായിട്ട്. അല്ലെങ്കിൽ അവരുടെ അകത്ത് ഭരിക്കുന്ന ഒരു ചിന്ത കാണും, അയ്യോ ഞാൻ ചെന്നത് എൻ്റെ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞാൽ അവരെന്നെ ശാസിച്ച് വഴക്കിട്ട് അവരെന്നെ അടിച്ച് അവരെൻ്റെ എല്ലാ ഫ്രീഡം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സകല സ്വാതന്ത്ര്യങ്ങളും എന്നിൽ നിന്ന് എടുത്തു മാറ്റി അവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ് എന്നെ അങ്ങ് വല്ലാതാക്കും. അതിൽ നല്ലത് ഞാൻ മിണ്ടാതെ ഇവരറിയാതെ ഞാനിതങ്ങ് ചെയ്യാം. അപ്പനും അമ്മയെ അറിയാതെ മക്കൾ എന്തെങ്കിലും ചെയ്യും, അനുസരണം കേട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങ് സ്ഥിരമാകും. സ്ഥിരമായി കഴിഞ്ഞ് ഈ കള്ളത്തരം ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരും, ഇവരുടെ സ്വഭാവമായി തീരും. ഈ കള്ള സ്വഭാവം അല്ലെങ്കിൽ ഈ വേണ്ടാത്ത ദൂഷ്യ സ്വഭാവം ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരും. എന്തായിരുന്നു ആദ്യത്തെ ഭാഗം? കള്ളൻ ഇവരുടെ അകത്ത് ചിന്തയിട്ട് കൊടുത്തു, നീ ചെന്ന് നിൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞാൽ അവർ നിന്നെ അടിക്കും, നിന്നെ വഴക്ക് പറയും, നിന്നെ അതും ഇതും ഒക്കെ പറയും. അതും ഇതും കേൾക്കുന്നതിന് പകരം നീ അതങ്ങ് മിണ്ടാതിരിക്കുക. ചെയ്തല്ലോ, മിണ്ടാതങ്ങ് ചെയ്യുക. ഇനി അവരോട് പറയണ്ട. ഇതിങ്ങനെ കള്ളത്തരം, വലിയ കള്ളത്തരമായി മാറും. പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ പോലും നിൽക്കാനായിട്ട് അവർക്ക് ധൈര്യമില്ലാതായി പോവും. ഹല്ലേലൂയ. ഇത് അവരെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ മക്കളെ അപ്പൻ അമ്മയിൽ നിന്ന് അകറ്റി മാറ്റും. സ്തോത്രം. ഇത് തന്നെയാണ് ദൈവരാജ്യത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിലിരുന്ന് കർത്താവുമായിട്ട് സംസാരിക്കണം. നമ്മൾ അന്ന് ചെയ്തതും എടുത്തതും പറഞ്ഞതുമൊക്കെ ദൈവസന്നിധിയിലിരുന്ന് ഒന്ന് ചിന്തിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്നതിനും എടുക്കുന്നതിനും തീരുമാനിക്കുന്നതിനും മുമ്പ് കർത്താവിനോടൊന്ന് കൂടി ആലോചിക്കണം. കർത്താവേ, ഇത് അങ്ങേക്ക് ഇഷ്ടമുള്ളതാണോ? ഞാനിത് ചെയ്തോട്ടെ, ഞാനിത് ചെയ്യുക, ഞാൻ കേട്ടത് അനുസരിച്ച്, എനിക്ക് അറിവനുസരിച്ച് ഞാനിത് അങ്ങേക്കെതിരായി അല്ല ചെയ്യുന്നു എന്നുറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നു എന്നുറപ്പുണ്ടെങ്കിൽ അത് ചെയ്തോണം. കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ അനുസരണയോടെ നിൽക്കാമെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏത് സമയത്തും കയറിച്ചെല്ലാം. ഹല്ലേലൂയ. നമ്മളൊരു കൂട്ടായ്മ ബന്ധം കർത്താവുമായിട്ട് ആചരിക്കുവാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും കയറിച്ചെല്ലാം. അല്ല, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ദൈവവുമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ബന്ധമില്ല എങ്കിൽ ഞാനൊരു ഉറപ്പും ധൈര്യവും പറയട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം 1 യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് തന്നെ 1-ാം അധ്യായത്തിനകത്ത്, ഹല്ലേലൂയ, അതിൻ്റെ 9-ാം വാക്യത്തിനകത്ത്, 9-10 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, നാം നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാമെങ്കിൽ നമ്മളോട് ക്ഷമിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ സകല കുറ്റങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാൻ മതിയായവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് അനേകരും ഭയപ്പാടിൽ ജീവിക്കുന്ന ഈ സത്യം അറിയാത്തത് കൊണ്ട്, ഹല്ലേലൂയ, പലവരും പലതും കേൾക്കും. അവർ ചിലപ്പം തെറ്റൊക്കെ ചെയ്ത് കാണും, പക്ഷെ അവർ കേൾക്കും, അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ കുറ്റമുണ്ടാകും, അങ്ങനെയുണ്ടാവും, ഇങ്ങനെയുണ്ടാവും. പിന്നെ അവർ എന്നേക്കും ഭയത്തിലിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന കർത്താവ് നമ്മൾ ഏത് അവസ്ഥയിൽ കയറി ചെന്ന് അപ്പാ എന്നോട് കരുണ തോന്നണം എന്ന് പറഞ്ഞാൽ കരുണ തോന്നാൻ
മതിയായവനാ എൻ്റെ ദൈവം. ഹല്ലിയ. ആരെയും തള്ളിക്കളയാതെ ആരെയും ഉപേക്ഷിക്കാതെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള നല്ല കർത്താവാ എൻ്റെ യേശു. ഹല്ലേലൂയ. ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഒരിക്കലും. ഞാൻ പറയട്ടെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യേശുവിൽ വരാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇനി എന്നോട് എൻ്റെ കർത്താവിന് ഇഷ്ടമായിരിക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എൻ്റെ യേശുവിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും യേശുവിന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് കർത്താവിനോട് എൻ്റെ യേശുവേ എന്നൊന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് കയറി ചെന്നാൽ എൻ്റെ യേശു ക്ഷമിക്കാനും സ്നേഹിക്കാനും മതിയായവനാ. ഹല്ലേലൂയ. കൂടെ നടന്ന തോമസ് സംശയിച്ചു അല്ലേ, ഉള്ളതാണോ, ഇവൻ വന്നത് തന്നെയാണോ, ഇവൻ തൊട്ടതാണോ, കണ്ടതാണോ, ഒന്നും ആയിരിക്കത്തില്ല. എന്നെ വന്ന് യേശു തൊടാതെ ഞാൻ ആ ഞാൻ ആ കൈക്കകത്ത്, ആ കൈയുടെ കിഴുത്തക്കകത്ത് ഞാൻ എൻ്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ തോമസിനോട് ഹല്ലേലൂയ കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. നമ്മളവിടെ കാണുന്നു, തോമസ് പറഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നല്ലേ. സ്തോത്രം. പക്ഷേ എത്രയധികം ദൈവം സ്നേഹിച്ചു. ഇട്ടേച്ചു പോയ പത്രോസിനെ പോലും എത്രയധികം എൻ്റെ കർത്താവ് സ്നേഹിച്ചു. തള്ളിക്കളഞ്ഞ് സൗൾ എന്തുമാത്രം യേശുവിനെ തള്ളിക്കളയാനും എന്തുമാത്രം തന്നെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടും യേശു കർത്താവ് പ്രത്യക്ഷമായി ഹല്ലേലൂയ പൗലോസാക്കി മാറ്റി ദൈവരാജ്യത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഇതുവരെയായിട്ടും ഹൃദയം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപത്തിനകത്ത് പെട്ടുകിടക്കുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്വഭാവത്തിനകത്ത് പെട്ടുകിടക്കുക, എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് അയ്യോ എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാത്തതും മറുപടി തരാത്തതും എന്നിലുള്ള കുറവ് കാരണം ഇനി ഞാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. കർത്താവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഈ വചനം ഇങ്ങനെ പോകാൻ വേണ്ടിയല്ല, പക്ഷെ എന്തോ കർത്താവ് അങ്ങനെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആരുടെയോ അകത്ത് കുറ്റബോധമുണ്ട്, ആരുടെയോ അകത്ത് ഭയവും നിരാശയും കയറി വന്നിട്ടുണ്ട്. ഇന്ന് അതെല്ലാം കുലുക്കിക്കളയാ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്ന് ഏറ്റുപറയാമെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ സ്നേഹം ഒന്ന് ക്ഷണിക്കാമെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹം ഒന്ന് സ്വീകരിക്കാമെങ്കിൽ, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, എൻ്റെ യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. ഒന്ന് വിട്ടുകൊടുത്ത് നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ കയറി ചെല്ലാം. ഹല്ലേലൂയ. ധൈര്യത്തോടെ ആ സ്വർഗസിംഹാസനത്തിൻ്റെ മുമ്പിൽ കയറി ചെല്ലാം. നമ്മളെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല, ഒരിക്കലും വിട്ടുകളയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിൻ്റെ വചനം അടുത്ത വാക്യത്തിനകത്ത് 22 1 യോഹന്നാൻ 3:22 പറയുന്നു, ആൻഡ് വി വിൽ റിസീവ് ഫ്രം ഹിം വാട്ട് എവർ വി ആസ്ക്. ഹല്ലേലൂയ. നാം എല്ലാം ദൈവത്തിൽ നിന്ന് പിന്നെ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 13-14 വാക്യത്തിനകത്ത് യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, യു ക്യാൻ ആസ്ക് മീ ഫോർ എനിത്തിങ്. അല്ലേ, എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇന്ന് ഈ കേൾക്കുന്നവർ എന്ത് വേണമെങ്കിലും കർത്താവ് ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഒരു മടങ്ങി വരവിന് ആഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് മടങ്ങി വരണം കർത്താവേ എന്നൊന്ന് പറഞ്ഞ് യേശുവിനോട് കൂടെ ഒന്നിരുന്നാൽ മതി. ഹല്ലേലൂയ. കർത്താവ് മടക്കി കൊണ്ടുവരും. സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിലിരുന്ന് എന്ത് യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാലും എൻ്റെ കർത്താവ് നൽകാൻ മതിയായവനാ. ഹല്ലേലൂയ. കർത്താവ് അവിടെ പറയുന്നു, യെസ് ആസ്ക് മീ ഫോർ എനിത്തിങ് ഇൻ മൈ നെയിം ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് നൽകും. ഹല്ലേലൂയ. ചോദിക്കണമെങ്കിൽ ഇന്ന് വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നു, ആരെയോ ഇങ്ങനെ ഭരിക്കുന്നുണ്ട്, ആ ഭയം ഭരിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ചോദിച്ചിട്ടും നടക്കാത്തത് എൻ്റെ കുറ്റം കാരണമാണ് എന്നൊക്കെ ഇരുന്ന ചിന്തയിലുള്ളവരോട് ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ചിന്തയെ തള്ളിക്കളയണം. ആ ചിന്ത കയറി വരുമ്പം കർത്താവിനോട് പറയും, കർത്താവെ അടിയനിതാ. ഹല്ലേലൂയ. എൻ്റെ സകല കുറവുകളും ക്ഷമിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിനോടൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങി വരാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിനെ അനുസരിച്ച് ജീവിക്കാം എന്നൊരു തീരുമാനമെടുത്താൽ മതി. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനകത്ത് നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല അപ്പ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. നിങ്ങളില്ലാതെ സ്വർഗത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു
യേശുവിന് ഭയങ്കര സ്നേഹമാണ്, വൈകിയാലും നടക്കും. സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 30-ാം വാക്യം ഇങ്ങനെ പറയുന്നു. എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് നമ്പർ 30. എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് നമ്പർ 30. പുറപ്പാട് 23:30. I will drive them out a little at a time until your population has increased enough to take possession of the land. അതൊന്ന് വായിച്ചേ. നീ സന്താന സമ്പന്നനായി ദേശം കീഴടക്കുന്നത് വരെ ഞാൻ അവരെ കുറേശ്ശെ കുറേശ്ശെ നിന്റെ മുമ്പിൽ നിന്ന്. ആമേൻ. നിങ്ങൾ ചിലപ്പം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ മറുപടി കിട്ടാത്തത് നിങ്ങൾ കൊള്ളാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളുടെ ഒരു ഗുണവും കണ്ടിട്ടല്ല യേശു നിങ്ങളെ തേടി വന്നത്. ഹല്ലേലൂയ. നമ്മളൊക്കെ പാപികളും നിർദോഷികളുമായിരുന്നപ്പോഴാണ് കർത്താവ് തേടി വന്നത്. നമ്മളുടെ ഒരു ഗുണവും കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം പലവരുടെ അകത്ത് ഒരു ഭയം കയറി. എൻ്റെ അന്നത്തെ കുറ്റം, അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കണം, പിന്നെ കർത്താവിനെ അനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. തീരുമാനം എടുക്കണം, ഞാൻ കർത്താവിനെ അനുസരിച്ച് ജീവിക്കാമെന്ന്. ഈ അനുസരിച്ച് ഇതിൻ്റെ ഈ പുറപ്പാട് 23:21 കർത്താവ്, എക്സോഡസ് 23:21 അതിനകത്ത് ദൈവം 21-22 വേഴ്സ് 21-22 അതിനകത്ത് ദൈവം ഈ ജനത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ദൂതനെ അയക്കുന്നുണ്ട്, ദൂതനെ നിങ്ങൾ അനുസരിക്കണം, അവനെ ശ്രദ്ധിക്കണം, അവനോട് എതിര് നിൽക്കല്ല്. എന്താന്ന് വെച്ചാൽ അവൻ എൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, അവൻ നിങ്ങളോട് ക്ഷമിക്കത്തൊന്നുമില്ല എന്ന് ദൂതനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് 22-നകത്ത് പറയുന്നുണ്ട്, ബട്ട് ഇഫ് യു ആർ കെയർഫുൾ ടു ഒബേ ഹിം ഫോളോവിങ് ഓൾ മൈ ഇൻസ്ട്രക്ഷൻസ് then I will be an enemy to your enemies and I will oppose those who oppose you. കണ്ടോ, നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചിരുന്നാൽ, ഹല്ലേലൂയ, നിങ്ങൾ ഞാൻ പറയുന്ന സകല കൽപ്പനകളും നിങ്ങൾ പാലിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ശത്രുവിന് എതിരായി ഞാൻ നിൽക്കും. കണ്ടോ, ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എതിര് നിൽക്കുന്നവരുടെ സകലരുടെയും എതിരാളിയായി ഞാൻ തീരും എന്ന് കർത്താവ് പറയുക. ഇന്ന് കർത്താവ് നമ്മളോട് ഇത് തന്നെയാണ് പറയുന്നത്. അല്ലേ, നിങ്ങൾ കർത്താവിനെ അനുസരിച്ച് കർത്താവ് പറയുന്ന സകലതും പാലിച്ച്, അല്ല, ദൈവരാജ്യത്തിനോട് സ്നേഹം കാണിച്ച് യേശു കർത്താവിനെ സ്നേഹിച്ചു നിന്നാൽ നിങ്ങൾക്ക് വേണ്ട സകലതും സ്വർഗം മടിയിലിട്ട് തരുമെന്ന്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാല്ലേ, മടിയിൽ വീണെന്ന് എൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. മടിയിലിട്ട് തരുന്നത് ഇങ്ങനെയാ, കർത്താവിനെ അനുസരിച്ച് കർത്താവിനെ സ്നേഹിച്ച് യേശുവിനോടുള്ള സ്നേഹം കാരണം എൻ്റെ കണ്ണും കാലും കയ്യും എൻ്റെ ചിന്തകളും സംസാരങ്ങളും ഒന്നും വേണ്ടാത്ത വഴിയെ പോകത്തില്ല എന്ന് തീരുമാനമെടുത്താൽ കർത്താവ് നിങ്ങളെയും എന്നെയും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ഹല്ലേലൂയ. ഇതിൻ്റെ 23 അതിൻ്റെ 30 പുറപ്പാട് 23:30 എക്സോഡസ് 23:30 കണ്ടോ, ഐ വിൽ ഡ്രൈവ് ദം ഔട്ട് ലിറ്റിൽ അറ്റ് എ ടൈം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് മറുപടി നിങ്ങൾ അറിയുന്നില്ലെങ്കിലും അല്പമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. തക്ക സമയമാകുമ്പം ത്തിനെയും ഓടിച്ചു മാറ്റി നിങ്ങൾ അവിടെ ഭരിക്കാൻ തുടങ്ങും. അതാണ് ആ ജനത്തിനോട് പറഞ്ഞത്. നിങ്ങൾ മെല്ലെ നിങ്ങൾ കാണും, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ വർദ്ധിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നടുവിൽ നിന്ന് സകല ശത്രുക്കളെയും ഓടിച്ചു വിടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് അഭിഷേകത്തോടെ നിങ്ങൾ ശക്തരായി നിങ്ങൾ പ്രാപിച്ച് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ദേശത്തുനിന്ന് സകല തിന്മയെ മാറ്റിക്കളയും. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആ 1 യോഹന്നാൻ 3:21-22 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ എന്ത് ചോദിച്ചാലും, നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ധൈര്യത്തോടെ കയറി ചെല്ലണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ധൈര്യത്തോടെ കയറി ചെന്ന് കർത്താവിൻ്റെ സകല നിയമങ്ങളെ നമ്മൾ എങ്ങനെയാണ് നിയമം പാലിക്കുന്നത്? ഒറ്റ നിയമമേ ഉള്ളൂ, സ്നേഹം. ഈ സ്നേഹത്തിൽ സകലതുമുണ്ട്. യേശുവിനോടുള്ള സ്നേഹം കാരണം എൻ്റെ വായിൽ നിന്ന് മറ്റുള്ളവരെ കുറ്റം വിധിക്കത്തില്ല. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വേണ്ടാത്ത വാക്കുകൾ സംസാരിക്കത്തില്ല. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ നോട്ടം അങ്ങനെ പോകത്തില്ല. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ മണിക്കൂറുകളോളം ഞാൻ അതും ഇതും പറഞ്ഞും എടുത്തും കണ്ടും കളഞ്ഞും ഒന്നും ഇരിക്കത്തില്ല.
കണ്ടോ യേശുവിനോടുള്ള സ്നേഹം കാരണം. ഈ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു പ്രാർത്ഥിക്കാനിരിക്കാൻ. ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു വേറൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ. ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ. ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഇന്ന് ഒരേ ഒരു നിയമമേ ഉള്ളൂ, സ്നേഹം എന്ന നിയമം. ഹല്ലേലൂയ. യേശുവിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ വചനധ്യാനത്തിനിരിക്കുന്നു. യേശുവിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ അപ്പനെയും അമ്മയെ അനുസരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം. യേശുവിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ ആ വേണ്ടാത്ത ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പദാർത്ഥങ്ങളോ ഒന്നും കഴിക്കുന്നു എടുക്കുന്നു ഒന്നുമില്ല. ഹല്ലേലൂയ. യേശുവിനുള്ള സ്നേഹം. ഈ യേശുവിനുള്ള സ്നേഹം വർദ്ധിക്കുമ്പം കർത്താവ് പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. ഇന്ന് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി ജീവിതത്തിൽ നടന്നു കിട്ടണമെങ്കിൽ യേശുവിനെ സ്നേഹിച്ചാൽ മതി, യേശുവിനെ അനുസരിച്ചാൽ മതി, ജീവിതം ധന്യമാകും. കർത്താവ് പറഞ്ഞത്, മെല്ലെ 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 നിങ്ങളുടെ ദേശത്തു നിന്ന് ഞാൻ ശത്രുവിനെ ഓടിച്ചു കളയും. മെല്ലെ 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 നിങ്ങളുടെ ദേശത്ത് ഞാൻ നന്മയെ കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്നെ അനുസരിച്ച് നിന്നാൽ നിങ്ങളുടെ ശത്രു എൻ്റെ ശത്രുവായി മാറും. ഓ ഹല്ലേലൂയ. നമ്മളുടെ എതിരെ നിൽക്കുന്ന എല്ലാ ശത്രുവിൻ്റെ ആയുധങ്ങളും കർത്താവിൻ്റെ ശത്രുവായി തീർന്നാൽ എങ്ങനെയാ അതിനെ കൈകാര്യം ചെയ്യുന്നത്? അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകളും കൊണ്ട് കർത്താവ് നോക്കുമ്പം ആ ശത്രുവിൻ്റെ ആയുധങ്ങളെല്ലാം നിർവീര്യമായി പോകും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം അല്ലേ. എഫെസ്യരുടെ ലേഖനം പറയുന്നു, നിങ്ങളുടെ എതിരെ വരുന്ന ശത്രുവിൻ്റെ തീയമ്പുകളെ നിങ്ങൾ എതിർത്ത് നിൽക്കാൻ, അതിൻ്റെ എതിരെ നിങ്ങൾ എതിർത്ത് നിൽക്കാൻ. എങ്ങനെയാ? ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിച്ചനുസരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും ദൈവത്തിൻ്റെ തീ മതിൽ വന്ന് നിൽക്കും. ഹല്ലേലൂയ. ഈ തീ മതിൽ വന്ന് നിൽക്കുമ്പം ശത്രുവിൻ്റെ ആയുധമെല്ലാം ആ തീക്കകത്ത് വെന്തുപോകും. നമ്മളെ തൊടത്തില്ല. അടുത്തു നിന്നൊക്കെ വന്നെന്നിരിക്കും, പക്ഷെ തൊടത്തില്ല. സ്തോത്രം. ഇന്നൊരു തീരുമാനമെടുത്തേ, യേശുവിനോടുള്ള സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഇന്നെൻ്റെ യേശുവിനോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് മതി എനിക്കെല്ലാം. യേശുവിനോടുള്ള സ്നേഹം നമ്മളെ നിർബന്ധിക്കും നേരായ പാതയിലൂടെ നടക്കുവാൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാനിന്ന് വീണ്ടും പറയട്ടെ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിലും നിങ്ങളോട് കർത്താവിന് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ടവരാ കർത്താവിനോട്. ഹല്ലേലൂയ, സ്തോത്രം. വില മതിക്കുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും യേശുവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് ഏറ്റുപറഞ്ഞാൽ മതി. ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കാനും സ്നേഹിക്കാനും മതിയായവനാ. ഹല്ലേലൂയ. എല്ലാവരോടും കർത്താവിന് ഭയങ്കര സ്നേഹമാണ്. യേശു നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ഭയത്തിനകത്ത് ജീവിക്കാൻ വിളിച്ചിരിക്കുന്നതല്ല നമ്മളെ, തോൽവിക്കകത്ത് ജീവിക്കാൻ വിളിച്ചിരിക്കുന്നതല്ല നമ്മളെ ആരെയും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വിളിച്ചു പറയണം, യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തൻ്റെ സ്നേഹം കൊണ്ട്, തൻ്റെ ദിവ്യ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. യേശു ക്ഷമിക്കാനും സ്നേഹിക്കാനും മതിയായവനായതിനാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സകല മഹത്വവും ആരാധനയും.